ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമില്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും ലതിയാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണല്ലേ? എല്ലാവരും മഞ്ഞുകാലം, മഴക്കാലമൊക്കെ മാറി മഞ്ഞുകാലമായി. എൻ്റെ ചെറിയ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു ചെറിയ യാത്ര പോയിട്ട് വന്നതാണ്. പിന്നെ അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായാലും ഞാൻ നിങ്ങളെ കൂടെ മുഖാമുഖം നോക്കി സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ. ലൈവിൽ വരണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കണ്ണാടി പൊട്ടിപ്പോയി. അപ്പോഴേ കണ്ണാടി ഇല്ലാതെ കണ്ണ് കാണാൻ വയ്യാട്ടോ. കാണാനൊക്കെ കഴിയും, പക്ഷേ അക്ഷരങ്ങളൊക്കെ കാണാനും അതിന് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത്. ഉടനെ കണ്ണാടി വാങ്ങിച്ചിട്ട് ഞാൻ ലൈവിൽ വരണതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ. ഇതേ ഞാൻ കാട്ടിൽ മേക്കതിൽ നിന്ന് വാങ്ങിച്ചതാണ് കൂനിക്കരുവോട്. അതായത് ചെറിയ കൊഞ്ചിൻ്റെ കരുവോട്, അയിലക്കരുവോട്, നെത്തോലിക്കരുവോട്, വാളക്കരുവോട്. ഞങ്ങളുടെ നാട്ടിൽ കരുവോടെന്നാണ് പറയണത്, നിങ്ങളുടെ നാട്ടിൽ ഉണക്കമീൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനിതാ നെത്തോലിക്കരുവോട് അടിപൊളിയായിട്ടാ, സൂപ്പർ. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്ര നല്ല രുചിയാണ്. അപ്പം നമുക്കൊരു നെത്തോലിക്കരുവോട് തോരൻ വയ്ക്കാൻ വേണ്ടി ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്തു. എന്നിട്ട് മീൻ ചട്ടിയിലേക്ക് നമ്മളെ കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ഒന്നിച്ചങ്ങിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനെല്ലാത്തിനും ആവശ്യത്തിന് ഉള്ള വേവ് ഒരേ സമയം ഓരോ പോലെയാണ്. ഒന്നും നമ്മൾ സെപ്പറേറ്റ് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങനെ ഒന്ന് നല്ലവണ്ണം ചുറ്റിച്ച് ഒന്ന് ഇതായ ശേഷം അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. വെള്ളം കൂടെ ഒഴിച്ച് എങ്കിലേ കരുവോടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞളും കറിവേപ്പിലയും ജീരകവും ഒക്കെ ചേർത്ത് അരയ്ക്കാം. നമ്മൾ വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ചേർത്ത് ഒന്ന് തല്ലി ചതച്ചെടുത്തു കേട്ടോ. നമ്മൾ മിക്സിയിലടിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിനൊന്ന് തല്ലി ചതച്ചെടുത്തു. അങ്ങനെ സൂപ്പർ ടേസ്റ്റി നെത്തോലിക്കരുവാട് തോരൻ നമ്മൾ കാട്ടിൽ മേക്കർ ക്ഷേത്രത്തിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ അയലക്കരുവാടിനൊക്കെ എന്താ മണം, എന്താ ടേസ്റ്റ്. അയലക്കരുവാടിൻ്റെ ഒരു ശകല അരപ്പ് മാത്രം മതി ഒരു ദിവസത്തേക്ക് ആഹാരം കഴിക്കാനായിട്ട്. ഞാൻ 2 അയലക്കരുവാടും വാളക്കരുവാടൊക്കെ കൂട്ടാൻ വെച്ചു കേട്ടോ. എല്ലാം ഫ്രഷ് കരുവാടാണ്, നമ്മൾ നേരെ കണ്ട് വാങ്ങിയതാണ്. അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ മണത്തിന് കൊടുക്കണം കേട്ടോ. പണ്ട് നമ്മളെ അമ്മയുടെ കാലത്ത് അവർ ചന്തയിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് അതേ ടേസ്റ്റാണ്. പിന്നെ ഇതാ കുറച്ച് കൊഴിയാള, വള്ളിക്കൊഴിയാള, വലിയ കൊഴിയാള മീനാണ്. ഓരോ നാട്ടിൽ ഈ മീൻ എന്ത് പേര് പറയണമെന്ന് അറിഞ്ഞൂടെ. പിന്നെ കുറച്ച് മരിച്ചിനി അവിച്ചു. പിന്നെ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീട്ടുവിശേഷം. അങ്ങനെ ഇതേ എല്ലാ വിഭവങ്ങളും സമൃദ്ധമായി. ഇന്നലത്തെ മീനാണ് ഇത്. അങ്ങനെ കുറച്ച് മരിച്ചിനുണ്ടോ നല്ല അവിച്ച് റെഡിയാക്കി ദേ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഓടിവാ, നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവർക്കും താങ്ക് യു.